ഹലോ ഗായ്സ്, എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാൽ ചമ്മന്തിപ്പൊടി. ഭയങ്കര ഇഷ്ടമാണ്. ചോറിനൂടെ ഒരു കറിയും വേണ്ട, ചമ്മന്തിപ്പൊടി പരിപ്പും കൂട്ടി അവൻ നന്നായിട്ട് ചോറിന്. എനിക്കിഷ്ടമുള്ള പലഹാരം ഇതാണ്. ഇത് ഞാൻ കഴിക്കാം കേട്ടോ, ഐസ്ക്രീം. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നൊരുത്തി കമൻ്റ് ഇട്ടേക്കുന്നത്. മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ടേ മേടിച്ചു കൊടുക്കുക? പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലേ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയൊന്നും അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലേ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണുസുതി ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറിലിരുന്നിട്ട് പറയുകയാണ് എൻ്റെ മോൻ, അതായത് ഋതപ്പൻ. ഇത് സംഭവം വേറൊന്നുമല്ല, നമ്മുടെ കിച്ചുവിന് കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അവൻ എത്തുന്നു, ഇനാഗ്രേറ്റ് ചെയ്യുന്നു. തന്നെ കുറേയധികം ആൾക്കാർ കമൻ്റ് ഇടുകയും വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, കിച്ചുവാണ് യഥാർത്ഥത്തിൽ കൊല്ലം സുധിയുടെ എല്ലാ കഴിവും കിട്ടിയിട്ടുള്ള ആ ഒരു മകൻ. അവന് വേണ്ട എല്ലാവരും ഇനാഗ്രേഷനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് അവനല്ലേ അവസരങ്ങൾ കൊടുക്കേണ്ടത്, അവനെയല്ലേ അഭിനയിക്കാനും എല്ലാത്തിനും വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോ ഒക്കെ കണ്ടിട്ട് രേണു ഞങ്ങ് കുരു പൊട്ടിയിട്ടോ. കഴിവുകളും കൂടെ വേണ്ടേ? അല്ലേ, ഇവനല്ലേ കഴിവുള്ളവരും അല്ലെങ്കിൽ ഇല്ലാത്ത പലരും ഇങ്ങനെ ഇനോഗ്രേഷൻസും മറ്റു പല കാര്യങ്ങളുമായി അവസരങ്ങൾ വന്നു പോകുമ്പോ കഴിവുള്ള അല്ലെങ്കിൽ ആപ്റ്റായ അതിനർഹനായ ഒരാള് ഇവിടെ മാറ്റി നിർത്തപ്പെടാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണ്. അത് തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടൊരു ഓണം ഫോട്ടോഷൂട്ടില് അവനെ ആദ്യമായിട്ട് ഒരു ഷൂട്ട് ചെയ്തതും അതിലവൻ നല്ല രീതിയിൽ റീൽസ് ചെയ്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ഇനോഗ്രേഷൻ അവന്റെ ലൈഫിൽ മുന്നോട്ട് ഇനി ചെക്കനെ നിങ്ങളൊക്കെ അവൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങൾ ഇതുപോലെ അവന്റെ അടുത്ത് നിൽക്കണം. രേണു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ഋതപ്പന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്താണെന്ന് അറിയാം. എന്നിട്ട് ചമ്മന്തിപ്പൊടി എടുത്ത് കാണിച്ചിട്ട് പറയും, ഇതാണ് അവൻ, ഇതുണ്ടെങ്കിൽ ഏറെ ചോറ് കഴിക്കും, മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അതായത് ഇപ്പോൾ സംഭവം വേറൊന്നുമല്ല, മൂത്ത മകനുമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവനിപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവനിപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. അതൊക്കെ കണ്ടിട്ട് രേണുവിന് അങ്ങ് കണ്ണിക്കൊടി കൊണ്ട് മേല. ഇവളെ പോലെയല്ല എന്തായാലും ആ ഒരു പയ്യൻ, അവന് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ അവൻ്റെ അച്ഛൻ്റെ പേര് അവൻ ഒരിക്കലും ചീത്തയാക്കില്ല. ആ ഒരു പേരിന് ഒരിക്കലും അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഒരു മോശപ്പെട്ട സ്വഭാവമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അതുപോലെ തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് രേണുവിന് അങ്ങ് സുഖിക്കുന്നില്ല. രേണുവിനാണെങ്കിൽ മൊത്തം നെഗറ്റീവാണ്, ആൾക്കാർ തേറി പറഞ്ഞ് മൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവൾക്ക് ഭയങ്കര ഒരു ക്രിമികടി. അതുപോലെ തന്നെ കിച്ചു ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ താഴെ, അതായത് ഇനോഗ്രേഷനും ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ആരോ കമൻ്റ് ഇട്ടു, ഏതൊരു ചേച്ചി കമൻ്റ് ഇട്ടു, എടാ മോനെ നീ ആ കുഞ്ഞിനെ, അതായത് ഋതപ്പനെ എങ്ങനെയെങ്കിലും അവിടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടു എന്ന്. ആ കമൻറ്റ് കണ്ടപ്പോൾ അങ്ങ് രേണുവിന് അങ്ങോട്ട് ഇളകി. അവൻ്റെ വീഡിയോസൊന്നും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാതെ വീഡിയോ കണ്ടതും പോട്ടെ, അതിലെ കമൻറ്റും പൊക്കിക്കൊണ്ട് വന്നേക്കുക. എന്നിട്ട് പറയുന്ന ന്യായീകരണമാണ്, കുഞ്ഞിനിപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ, അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ലല്ലോ കുഞ്ഞിന് ബാഗ് വാങ്ങിക്കാനും മറ്റതും മേടിക്കാനൊന്നും. അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ആരാ? അവരവർ തന്നെയാണ്. അതായത് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നാട്ടുകാരല്ല വന്ന് നോക്കേണ്ടത്, അത് നമ്മൾ തന്നെ നോക്കണം. അതിന് എന്താണോ നമുക്ക് കൈക്കും കാലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അന്തസ്സായിട്ട് ജോലി എടുത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരല്ല വന്ന് കുഞ്ഞിന് ബാഗ് വാങ്ങേണ്ടതും മറ്റത് വാങ്ങേണ്ടതും മറിച്ചത് വാങ്ങേണ്ടതും ഒക്കെ. ഇവക്ക് സത്യം പറഞ്ഞാൽ ലേശം പോലും ബോധമോ ബുദ്ധിയോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു കൂതറയാണ്. അവളുടെ കുഞ്ഞിന് ബാഗ് വാങ്ങിക്കാൻ നാട്ടുകാർ ചെല്ലണോ? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. എന്നിട്ട് ഇവൾ പറയാണ്, കൊല്ലം സുധിയുടെ മൂത്ത മകൻ, അതായത് ഇവളുടെ അല്ല, കൊല്ലം സുധിയുടെ മൂത്ത മകൻ. എന്താ ഈ ഉളുപ്പില്ലാത്തവളെ പറയണ്ടേ? ഇവക്കാണെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ഇവളെന്താ ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അതിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചും നഗ്നത കാണിച്ചുമൊക്കെ ഇവള് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു രീതിയിലല്ല
കൊല്ലം സുധിയുടെ മൂത്ത മകൻ. അവൻ നല്ല അന്തസ്സായിട്ട് ഇപ്പോൾ പഠിത്തമൊക്കെ നിർത്തിയെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ അവന് വ്ളോഗും കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാവണം അപ്പോൾ അവനൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്, ഒരു ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുക. അങ്ങനെ വേണം അന്തസ്സായിട്ട് ജീവിക്കാനായിട്ട്. അല്ലാതെ ഇവളെ പോലെ ആ ഒരു ഭർത്താവിൻ്റെ ആ ഒരു കലാകാരൻ്റെ പേര് മൊത്തത്തിൽ ഈ നാണം കെട്ടവൾ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. എന്നിട്ട് അവൾ വന്ന് ഇന്ന് ന്യായീകരിക്കുക. അവൾ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം ശരീരം നാട്ടുകാരെ കാണിച്ചിട്ട് അവൾ പണം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവളുടെ സബ്സ്ക്രിപ്ഷനിൽ അവൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒരു മാസം 50 ലക്ഷം രൂപയോളം അവൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 50 ലക്ഷം രൂപയൊക്കെ വേണോ ഇവളുടെ കുഞ്ഞിനെ നോക്കാനായിട്ട്? എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. ഇവൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ആൽബോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ ഇതൊക്കെ പോട്ടെ, ഇവൾക്ക് വ്ളോഗ് ചെയ്താലും കിട്ടത്തില്ല. ഇപ്പോൾ കിച്ചു എങ്ങനെ പൈസ ഉണ്ടാക്കിയത്? അവൻ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്തിട്ട് അവന് പൈസ കിട്ടിയത്. ആ കിട്ടിയ പൈസയിൽ നിന്ന് അവനൊരു ബിസിനസ് തുടങ്ങി. അങ്ങനെ വേണം അന്തസ്സായിട്ട് ജീവിക്കണം. അല്ലാതെ ഇവളെ പോലെ ഭർത്താവും മരിച്ചു, ആ ഒരു കലാകാരൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കയറിപ്പറ്റി, ബിഗ് ബോസിൽ കയറിപ്പറ്റി, അങ്ങനെ കുറേ അവസരങ്ങളൊക്കെ കിട്ടിയ അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ളതിന് അതെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി അവസാനം ബാറിൽ പോയി കൂത്താടിപ്പതേ ശരീരം തുറന്നു കാണിച്ച് ജീവിക്കുന്നു. ഇവളെ പിന്നെ എന്താ പറയണ്ടേ? ഇവളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? എന്നിട്ട് വന്നവളെ ന്യായീകരിക്കുക. കിച്ചു, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചു, എന്താ പറയണ്ടേ? ഇവളെക്കാട്ടി എന്തുകൊണ്ടും നല്ല അന്തസ്സായിട്ടാണ് ആ കുഞ്ഞ് ജീവിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ, അതായത് കൊല്ലം സുധിയുടെ വീട്ടുകാർ അവനെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് നോക്കുന്നതും. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവൻ ജീവിക്കുന്നു. അല്ലാതെ ഇവളെപ്പോലെ രണ്ടും കെട്ട പണിയല്ല അവൻ കാണിക്കുന്നത്. അത് നല്ല കുടുംബത്തിൽ പറക്കണം. ഇവളെ പറഞ്ഞിട്ട് കാര്യം, ഇവളുടെ തന്തപ്പടി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, തങ്കച്ചൻ, അയാൾ എന്തിനു നടക്കുവാണ്? മകൾ ഇമാതിരി അപരാധവും കാണിച്ച് ഇങ്ങനെ നാട്ടുകാരെ മൊത്തവും അതും ഇതും കാണിച്ച് നടക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിച്ച് നക്കാപ്പിച്ച് തിന്നുന്ന അയാളെ വേണം ആദ്യം കർണക്കുറ്റി അടിച്ച് പൊളിക്കാനായിട്ട്. നാണം കെട്ട ഒരു തന്ത, അല്ലെങ്കിൽ നാണം കെട്ട ഒരു കുടുംബം സ്വന്തം മകളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടേക്കുവാണ്. അയാളൊരു നല്ല തന്തയാണെങ്കിൽ ഒരിക്കലും ഇവൾ ഈ ഒരു രീതിയിൽ അഴിഞ്ഞാടാൻ ഒരിക്കലും ഒരു തന്തമാരും സമ്മതിക്കത്തില്ല. അപ്പോൾ അയാൾക്ക് എന്താ, പണം മതി. അയാൾക്ക് കുറേ ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ അയാളുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി. അപ്പോൾ മകൾ പിന്നെ എവിടെ പോയി പൈസ കൊണ്ടുവന്നാലും അയാൾക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ഇയാളെയൊന്നും കണക്കാക്കണ്ട, വളർന്നു വരുന്നൊരു കുഞ്ഞുണ്ട് ഇവൾക്ക്. ഇവൾ അതൊന്നും ചിന്തിക്കാതെ ഇപ്പം കിട്ടുന്ന ഈ ലക്ഷങ്ങൾ കണ്ടപ്പോൾ അവളുടെ കണ്ണ് മഞ്ഞളിച്ച് അവൾ അതിലങ്ങ് മുഴുകി കിടക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഉണ്ടാക്കിയ ഇതൊന്നും അല്ല കുറേ പൈസയല്ല, പകരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും നമ്മുടെ മാനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസരം വരും. അതിനൊന്നും വലിയ താമസമില്ല. അന്ന് ഇവൾ മനസ്സിലാക്കും, ഇങ്ങനെ പണം ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം വരും. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അടിപൊളിയായിരുന്നു.